പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ക്ലാസ് ഇടുന്ന ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും എന്നുള്ള നിലയിലാണ്. കഴിഞ്ഞ എൻ്റെ ഒരു ക്ലാസ്സിൽ ഇതാ വലിയ യുദ്ധം വരുന്നു എന്ന ഒരു ക്ലാസ് ഞാൻ ഇട്ടിരുന്നു. അതിന് ജിനു അലക്സ് എന്ന് പറയുന്നൊരു സഹോദരൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ നിവാരണത്തിനായിട്ട് അതിൻ്റെ ഉത്തരമായിട്ട് ഒരു ചെറിയ ക്ലാസ് ചോദ്യോത്തരമായിട്ട് ഞാൻ ഇടുകയാണ്. അതിന് ശേഷം ഇതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് യുദ്ധം എങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നതിൻ്റെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരുന്നതായിരിക്കും. ഏതൊരു ക്രിസ്തുവിൻ്റെ വരവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് അദ്ദേഹത്തെ ജിനു അലക്സ് ചോദിച്ചിരുന്ന ചോദ്യം ഇതാണ്: ബൈബിളിൽ വർഷം പറയുന്നുണ്ടോ? ലോകം അവസാനിക്കാറായോ? മഹോദ്രവകാലം 2030 മുമ്പ് വരുമോ? ഇങ്ങനെ 3 ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരരെ, അതിനകത്ത് ബൈബിളിൽ വർഷം പറയുന്നുണ്ടോ എന്ന് ചോദ്യത്തിന് വർഷം പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ ഉത്തരം. പക്ഷേ അത് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തീരുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം AD 33 യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകുന്നത് 40 ദിവസത്തിന് ശേഷം നമുക്കറിയാം. ഇപ്പോൾ AD 33 മുതൽ 1000 വർഷത്തെയാണ് ഒരു യുഗം എന്ന് പറയുന്നത്. ഒരു യുഗം എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ്. അപ്പോൾ 1000 വർഷം കൂട്ടുക. അപ്പോൾ 1000 വർഷം AD 33 1000 വർഷം കിട്ടുമ്പോൾ 1033 കിട്ടും. ഈ 1033 കൂടി വീണ്ടും ഒരു 1000 വർഷം കൂട്ടുമ്പോഴാണ് 2033 വരുന്നത്. പക്ഷേ 2033 ആയിട്ടില്ല. 2033 ആകാൻ ഇനി ഈ 2024 എത്ര വർഷം കൂട്ടണം? 9 വർഷം കൂട്ടണം. ആ വർഷം ആണ് നമുക്ക് അത് കണക്ക് കൂട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് 2000 വർഷം, ക്രിസ്തുവിന് ശേഷം 2000 വർഷം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ 2000 വർഷം തികഞ്ഞിട്ടില്ല. ആ തികയുന്നതിന് മുമ്പുള്ള വർഷമാണ് 2024. 2024 9 വർഷം കൂട്ടുമ്പോൾ 2033, 2024 10 കൂട്ടുമ്പോൾ 2034 കിട്ടും. നമുക്ക് ന്യായമായിട്ടും അറിയാം. അതിൻ്റെ അർത്ഥം ഇതാണ്: 2024 10 വർഷം കൂട്ടുമ്പോൾ 2033 യുഗാന്ത്യം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 45 ദിവസമാണുള്ളത്. അതൊരു വേറൊരു കണക്കാണ്. അതിൻ്റെ ഒരു കഴിഞ്ഞൊരു മുൻകാലങ്ങളിലൊരു ക്ലാസ്സിൽ ലോകസാനത്തിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലാസ് എൻ്റെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാൻ ഒരു കൂടെ ചുരുക്കി പറയാം. അതായത് ഈ യുഗാന്ത്യത്തിൻ്റെ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നൊരു വചനമുണ്ട്. അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെ വെളിപാട് 27 പറയുന്നത് 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാകും എന്നൊരു വചനമുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്രിസ്തുവിന് ശേഷം 1000 വർഷം കഴിഞ്ഞുപോയി. പക്ഷേ സാത്താൻ ബന്ധനത്തിന് മോചിതനായില്ല. ഇനി രണ്ടാമത്തെ 1000 വർഷത്തെയാണ് ശരിക്കും ദൈവമായ കർത്താവ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ ഈ ലോകം അവസാനിക്കൽ ആണവ ആയുധങ്ങൾ കണ്ടുപിടിക്കപ്പെടണം. ആണവായുധങ്ങൾ ബഹിരാകാശത്തും ഭൂമിയിലും സൂര്യനും ചന്ദ്രനിലും ഒക്കെ പൊട്ടും. അത് പൊട്ടുമ്പോഴാണ് ഈ ലോകം അപ്രത്യക്ഷമാകുന്നത്, കത്തിച്ചാമ്പലായി പോകുന്നത്. അപ്പം ക്രിസ്തുവിന് ശേഷം AD 33 1000 വർഷം കഴിഞ്ഞപ്പോൾ 1033 സമയം ഒരു 1000 വർഷം കഴിഞ്ഞപ്പോൾ ലോകം അവസാനിച്ചില്ല. കാരണം ആണവായുധങ്ങളോ വലിയ യുദ്ധമോ അന്ന് ഇല്ലായിരുന്നു. രണ്ടാമത്തെ 1000 വർഷം തികയുന്നത് 2033. അതിന് ഉള്ള സമയമാണ് ഇനി 10 വർഷം. ആ 10 വർഷം അഥവാ 9 വർഷം മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടാമത്തെ യുഗാന്ത്യം വരുന്നത്. ആ യുഗാന്ത്യത്തിലാണ് ആണവായുധങ്ങൾ ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ. അപ്പോൾ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 20 യുഗാന്തം വരെ എന്ന് ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 14 തിരുവചനത്തിൽ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രവേശിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ത്യം ആഗതമാകുന്ന കാലഘട്ടം 2033 യുഗാന്ത്യവുമായി വരുന്ന സമയത്തെയാണ് നമ്മൾ ഡേറ്റുകളായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വെളിപാട് 27 പറയുന്നത് 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധത്തിൽ മോചിതനാകും. അതുപോലെ തന്നെ AD 33 കൂട്ടണം 1000 1033, 1033 പ്ലസ് 1000 കൂട്ടുമ്പോൾ 2033. ആ 2033 തികയാൻ 9 വർഷമാണ് ഇനി നമുക്ക് ഉള്ളത്. അങ്ങനെയാണ് അതിന് നമുക്ക് തന്നെ കണക്കുകൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ വർഷം പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത്. അല്ല വെറുതെ ഉണ്ടെന്ന് പറയുക അല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാം വ്യക്തമായ കണക്കോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അല്ല വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡേറ്റ് വെച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്താരും ഡേറ്റ് വെച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ നമുക്ക് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ പറഞ്ഞു തന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കണമല്ലോ. ലോകം അതിനുശേഷം അപ്പോൾ ഡേറ്റ് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡേറ്റ് പറയുന്നുണ്ട്. ഇനി മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞാൽ ലോകം അവസാനിക്കാറായോ എന്നൊരു ചോദ്യം കൂടെ ജിനു അലക്സ് ചോദിക്കുന്നുണ്ട്. ലോകം അവസാനിക്കാറായി എന്നുള്ളതാണ്. 10 വർഷം കൂടി
ഈ കാണുന്ന പ്രപഞ്ചമുള്ളൂ എന്നുള്ളതാണ് ശരി. കാരണം 2033 യുഗാന്ത്യമാണ്. യുഗാന്തിമാർ എന്നും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ഈ യുഗാന്ത്യത്തിന് ശേഷം ഒരു കുറച്ച് സമയമുണ്ട്, അത് 45 ദിവസമുണ്ട്, ഒരു 1.5 മാസം. അതായത് 2034 ഫെബ്രുവരി 15 വരെ പിന്നെ ലോകമുള്ളൂ. അതാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. വലിയ ആണവ യുദ്ധമാണ്, പരസ്പരമുള്ള ആണവ യുദ്ധമാണ് നടക്കുക. അത് ബഹിരാകാശത്തും ഭൂമിയിലും ചന്ദ്രനിൽ കൊണ്ട് ആണവായുധങ്ങൾ വെക്കുകയും അതിവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചന്ദ്രനെ പൊട്ടിക്കാനുള്ള സംവിധാനമാണ്. ചന്ദ്രനിൽ ഇരുന്നു കൊണ്ട് ബഹിരാകാശത്തേക്ക് സൂര്യനിലേക്കൊക്കെ അണുവായുധങ്ങളെ ദൂരം ബഹിരാകാശം മുഴുവനും ശൂന്യാകാശം മുഴുവനും ഈ ആണവായുധങ്ങൾ ഡ്രോണുകളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഈ ബഹിരാകാശത്തും ആണവായുധങ്ങൾ നിർത്തും. അതെല്ലാം പൊട്ടും. അങ്ങനെ ബഹിരാകാശത്ത് പൊട്ടുമ്പോൾ അത് ചന്ദ്രനിൽ പൊട്ടുമ്പോൾ അത് ഭൂമി ഇതിങ്ങനെ പെട്ടെന്ന് അതായത് ബൈബിൾ പ്രകാരം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പ്രകാരം പകൽ 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക്, അതായത് 11 മണി കഴിഞ്ഞ് 12 മണിയാകാൻ 59 സെക്കൻഡുള്ള സമയത്ത് ഈ ലോകം അപ്രത്യക്ഷമാകും എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. അന്ന് മധ്യാഹ്നത്തിൽ ഞാൻ സൂര്യൻ അസ്തമിക്കും, അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അന്ധകാരമാകും എന്നാണ് ആ വചനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലോകം അവസാനിക്കാറായി എന്ന് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാം. ലോകാവസാനം തന്നെയാണ്. അതായത് പ്രപഞ്ചം സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടെ ഒറ്റ സെക്കൻഡിൽ തന്നെ കത്തി ചാമ്പലായി തീർന്ന് ഇല്ലാതെയായി പോകും. അതാണ് ആ സമഗോഗമാഗോ യുദ്ധത്തിൽ. അപ്പോൾ ലോകം അവസാനിക്കാറായി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്ത ചോദ്യം വരുന്നുണ്ട്, മഹോദ്രവകാലം 2030 മുമ്പ് വരുമോ എന്നൊരു ചോദ്യമുണ്ട്. മഹോദ്രവകാലം എന്ന് പറയുന്നത് ശരിക്കും ലോകാവസാനത്തിൻ്റെ 3.5 വർഷം, അതായത് എതിർക്രിസ്തു 3.5 വർഷം ലോകത്തെ ഭരിക്കുന്നുണ്ട്. അത് ഇസ്രായേൽ ജെറുസലേം ദേവാലയം 2027 അവർ പണിയുകയും അതിൻ്റെ ബലി ആരാധന 3.5 വർഷം അവരുടെ ആരാധനയും ഇസ്രായേൽക്കാരുടെ സമ്മേളനങ്ങളിൽ ലോകം മുഴുവൻ പ്രശസ്തമായിക്കൊണ്ട് ലോകത്തിലെ മുഴുവൻ ഇസ്രായേൽക്കാരും യഹൂദന്മാരും ജെറുസലേം ദേവാലയത്തിൽ വരികയും ജെറുസലേം ദേവാലയത്തിൽ അങ്ങനെ വളരെ ശക്തമായ ആരാധനയും ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയും 2020 ആരംഭിച്ച് ഈ ആരാധന നടന്ന് 3.5 വർഷം പൂർത്തിയാകും. ആ 3.5 വർഷം പൂർത്തിയാകുന്നത് 2029 ജൂൺ മാസത്തിലാണ്. ആ ജൂൺ മാസത്തിലാണ് ദാനിയേൽ പ്രവചനത്തിലുള്ള 1290 എന്ന കണക്ക് വരുന്നത്. 1290 ദിവസം ഉണ്ടാവും. നിരന്തര ദഹനബലി നിർത്തലാക്കുന്ന ദിവസം മുതൽ 1290 ദിവസം ഉണ്ടാവും. എന്നാൽ 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ 1335 എന്ന് പറയുന്നത് ഞാൻ മുൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കണക്ക് ഇട്ടിട്ടുണ്ട്. അതായത് 1290 ദിവസം എന്ന് പറയുന്ന എതിർക്രിസ്തു ലോകത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുകയാണ്. റഷ്യയും ചൈനയും എല്ലാം കൂടി ഈ എതിർക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തെ അടക്കി ഭരിക്കുകയാണ്. അതാണ് മഹോദ്രവകാലം. അടക്കി ഭരിച്ചുകൊണ്ട് 3.5 വർഷം ഭരിക്കുക. ആ 3.5 വർഷത്തിൻ്റെ അവസാനമാണ് ഈ യുഗാന്തി സംഭവിക്കുന്നത്. അപ്പോൾ 2029 ജൂൺ മാസത്തിൽ ഈ 1290 എന്ന സംഖ്യ തുടങ്ങും. ആ സംഖ്യ തുടങ്ങി അത് പൂർത്തിയാകുന്ന 2033. അതിനുശേഷം 1335 എന്നൊരു കണക്കുണ്ട്. ആ 1235 എന്ന് പറയുന്നത് ഒരിക്കലും വേറൊരു 1235 അല്ല, മറിച്ച് 1290 പ്ലസ് 45 സമം 1335. അത് കൂട്ടുമ്പോൾ കിട്ടുന്ന ഡേറ്റ് ആണ് 2034 ഫെബ്രുവരി 15. അപ്പോൾ 2034 ഫെബ്രുവരി 15-ാം തീയതി സൂര്യനും ചന്ദ്രനും ഭൂമിയും ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതിനു മുമ്പുള്ള 3.5 വർഷം. പിന്നെ ടോമി PJ എന്നൊരു സഹോദരൻ ചോദിക്കുന്നുണ്ട്, ഈ 2027 എന്ന കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊരു ചോദിക്കുന്നുണ്ട്. പ്രിയ സഹോദരനെ, അത് ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കത് SK പ്രവചന പുസ്തകത്തിൽ നിന്നാണ് ആ വചനം നമുക്ക് കിട്ടുന്നത്. SK പ്രവചൻ്റെ പുസ്തകത്തിൽ 7 വർഷത്തെ യുദ്ധമുണ്ടായിരിക്കും എന്ന് ഒരു വചനമുണ്ട്. 7 വർഷത്തെ യുദ്ധമുണ്ടായിരിക്കും, അതങ്ങനെ തന്നെ ഒരു വചനമുണ്ട്. ആ വചനത്തിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. അതായത് പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് 2027 നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം 2033 എന്ന കാലം ഡേറ്റ് തുടങ്ങുന്നത് എപ്പോഴാണ്? യുഗാന്ത്യമാണ്. ആ യുഗാന്ത്യത്തിന് മുമ്പ് 7 വർഷത്തെ യുദ്ധമുണ്ടായിരിക്കുമെന്ന് SK പ്രവചനത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ 2033 നിന്ന് 7 വർഷം പുറകോട്ട് കുറിച്ചാൽ നമുക്ക് കിട്ടും 2026 7 2033. അപ്പോൾ 2027 കൃത്യമായിട്ട് വരുന്നത് 2027 മുതൽ ഉള്ള 7 വർഷം കൂട്ടുമ്പോഴാണ് 2034 കിട്ടുക, യുഗാന്ത്യത്തിലേക്ക് ലോകാവസാനത്തിലേക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് 2027 കിട്ടുന്നത്. 7 വർഷത്തെ യുദ്ധം എന്ന് പറയുന്നത് അമ്പ്, ഗദ, കുന്തം, വില്ല് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് SK പ്രവചനത്തിൽ നമുക്കറിയാം. അങ്ങനെ ഒരു വചനം ഇതിനകത്ത് കിടപ്പുണ്ട്, SK പ്രവചനം. ആ SK പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ഈ സംഭവം കിട്ടുന്നത്. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട്
എസ്.കെ. പ്രവാചകന്റെ പുസ്തകത്തിൽ അത് ദൈവം എഴുതി വെച്ചിരിക്കുന്ന വചനം ഉണ്ട്. അങ്ങനെ ആ വചനത്തിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത്, അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തുകയല്ല. പിന്നെ നമുക്ക് പല രീതിയിൽ 2027 കണക്ക് കൂട്ടാൻ പറ്റും. 2024 2033 യുഗാന്ത്യമാകുമ്പോൾ 24 കൂട്ടണം 10 സമം 2034. അതിനുള്ളിൽ വരുന്ന സംഖ്യയാണ് 2027. ഇന്നിപ്പോൾ 24 24 നിന്നും 2.5 വർഷം കൂടെ കഴിയുമ്പോൾ 27 എത്തും നമ്മൾ. അങ്ങനെ ആ വർഷമാണ് തുടങ്ങുന്നത് ആഗോള യുദ്ധം. കാരണം വെച്ചാൽ അന്നാണ് ജെറുസലേം ദേവാലയം അവർ പണിയുന്നത്. ജെറുസലേം ദേവാലയം പണിയുന്ന ഡേറ്റ് ബൈബിൾ പ്രകാരം 2027 2027 ജനുവരി മാസത്തിൽ അവർ ജെറുസലേം ദേവാലയം പണി ആരംഭിക്കുകയും അത് ആഗോള യുദ്ധത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. വലിയ യുദ്ധം തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് 2027 കണക്ക് നമുക്ക് കിട്ടുന്നത്. 2 രീതിയിൽ നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, യുഗാന്ത്യത്തിൻ്റെ 10 വർഷമാണ് ഇപ്പോൾ ഉള്ളത്. 2027 എന്ന സംഖ്യയിൽ നിന്ന് കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ, 7 വർഷം കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 2034. 2034 ശേഷം ലോകമില്ല. അപ്പോൾ അതിൻ്റെ പുറകോട്ട് കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നമുക്ക് 2027 എന്ന് പറയുന്നത് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് പിന്നെ ഈ എസ്.കെ. പ്രവചനത്തിലുള്ള ആ വചനം അത് ഞാൻ മുൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. ആ തന്ന ക്ലാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2027 ആണ് ആ സംഭവം തുടങ്ങുന്നത് മനസ്സിലാവും. അത് ഞാൻ മുൻ ക്ലാസ്സിൽ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ച് വായിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളാണ് സംശയമായിട്ട് ചോദിച്ചിരിക്കുന്നത്. 2029 ജൂൺ മാസത്തിൽ മഹോദ്രവകാലം അഥവാ എതിർക്രിസ്തുവിൻ്റെ ഭരണ ലോകത്ത് ആരംഭിക്കുകയും അത് യുദ്ധത്തോടു കൂടി തന്നെ അന്ന് ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും നമുക്ക് മനുഷ്യൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്തത്ര കൊടിയ പീഡനങ്ങൾ, അതായത് മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയി ബലി കൊടുക്കുന്നൊരു കാലം. അത് യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ കൊല്ലുന്ന ഏവനും ദൈവത്തിന് ബലി കിട്ടും എന്ന് പറയുന്ന സമയം വരുന്നു എന്നൊരു വചനം മത്തായിയുടെ സുവിശേഷത്തിൽ കിടപ്പുണ്ട്. അത് യെഹൂദക്രിസ്തുവിൻ്റെ നാമത്തിൽ ജെറുസലേം ദേവാലയത്തിൽ അവർ നഗ്നമായ റോബോട്ടുകളെ സ്ഥാപിക്കുകയും യെഹൂദക്രിസ്തുവിൻ്റെ ഭരണം ആദ്യം തുടങ്ങുന്ന 2029 ജൂൺ മാസത്തിൽ തുടങ്ങുമ്പോൾ അവിടെ ഈ റോബോട്ടുകളെ സ്ഥാപിക്കുകയും അവിടെ ജെറുസലേം ദേവാലയത്തിലെ നിരന്തര ദഹനബലി നിർത്തലാക്കിക്കൊണ്ട് അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇവർ യെഹൂദക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള മ്ലേച്ഛമായ എല്ലാ പ്രവൃത്തികളും ആ ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയം വീണ്ടും ജെറുസലേം പണിയുന്ന ദേവാലയത്തിൽ അവരത് ചെയ്തുകൊണ്ട് മഹോദരം ലോകത്തെയും ഇസ്രായേലിനെയും ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയി ആ യന്ത്രത്തിന് ജീവശ്വാസം നൽകാനും അതിന് കൽപ്പന പുറപ്പെട്ടു എന്ന് പറഞ്ഞ വചനം വെളിപാട് കിടപ്പുണ്ട്. ആ കാലഘട്ടത്തിൽ മനുഷ്യരെ പിടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ബലി കൊടുത്തുകൊണ്ടേയിരിക്കും. മൃഗങ്ങളെ, ഇസ്രായേൽക്കാരും മൃഗങ്ങളെ, പിന്നെ സോളമൻ രാജാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്. അവർ 7,000 കാളകളെ ബലിയർപ്പിച്ചു, പിന്നെ 1,00,000 കാളകളെ ബലിയർപ്പിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ ഈ എതിർക്രിസ്തുവിൻ്റെ നാമത്തിൽ എതിർക്രിസ്തുവിൻ്റെ ഭരണം വന്നു കഴിയുമ്പോൾ മനുഷ്യരെ, പ്രത്യേകിച്ച് യഹൂദരെയാണ് അവർ ആഗ്രഹിക്കുന്നത്. യഹൂദരെ പിടിച്ചു കൊണ്ടുപോയി പിന്നെ ഈ ജെറുസലേം ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന റോബോട്ട് എന്ന യന്ത്രത്തിൻ്റെ 666 എന്ന സംഖ്യയുള്ള ആ യന്ത്രത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി മനുഷ്യരെ ഇങ്ങനെ നിരന്തരമായിട്ട് കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ മഹാപീഡനം. അതോടൊപ്പം ലോകം ആഗോള യുദ്ധത്തിലാണ്. ആ സമയത്ത് എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധമാകും. ആ യുദ്ധമാകുന്നതിൻ്റെ പിന്നിലെ വലിയൊരു നിഗൂഢ രഹസ്യം ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം. അതുവരെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ ക്ലാസ്സുകളെ നമുക്ക് കാണാം. അതിനായി ഈ ചോദ്യം ചോദിക്കുന്ന എല്ലാവർക്കും എൻ്റെ വ്യക്തമായ ഉത്തരം ബൈബിളിൽ തന്നെ ഉണ്ട്. ഇല്ലാതെയുള്ള ഡേറ്റ് ഇല്ലാതെ എന്നല്ല ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ഒരുക്കാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.